എന്താടാ? ഒന്ന് വേഗം വന്ന് കിടക്കടി. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ആട് കരയുന്നു. ആ കള്ളക്കഴിവ് പിന്നെയും തുടങ്ങി. ഏത് ഭാഗത്താ കണ്ടത്? നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത്. എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ? പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആന്റോ, ഞമ്മക്കെല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് പോടാ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ പുലി ഓടിപ്പോവും. പിന്നെ മഷീട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാളും പറ്റിയാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവര് വാടാ. അവന്റെ ഒരു ഉപദേശം. പുലി വീണോ? ഇല്ല, കൊണ്ടില്ല. പുലി ആ മരയെ കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെങ്കിൽ കത്തിക്ക്. നേരം മണക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂള് വഴിക്കാതാണ്ടോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ, വാറുണ്ണി. ഒന്ന് പൂള് നോക്കില്ലേ? വാറുണ്ണിയെ ഇതിലിപ്പോ ഒരുണ്ടിട്ട് വെടി വെച്ചാ പിന്നെയും നടക്കണല്ലേ? 10 ആൾക്കാർ തോക്ക് കിട്ടണം. ഒറ്റ ഉണ്ടിട്ട് വെടി വെച്ചാ പിന്നെ വെടിയിൽ വെടിയാ. അത് മെഷീൻ ഗൺ. നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണേണ്ടി വരും. കമ്പി ഓടോ. അച്ചോ, ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കല്ലേ. വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ. എന്തായടോ, ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ? ഇത്തവണ അവൻ പെട്ടച്ചോ. ആര്? പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ പാറമടയില്ലേ, അതിന്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു. ഇനി കൊന്നാ മതി. വാറുണ്ണി എവിടെ? മൂപ്പരായി കുടുക്കുണ്ടാക്കിയത്. ഇപ്പൊ വെടിവെക്കാനുള്ളൊരു സൂത്രപ്പണി നോക്കുക. സൂത്രപ്പണിയോ? പുലി ഒരു പൊത്തി കയറി ഒളിച്ചിരിക്കുക. താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല, മേലെയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറ് കിട്ടി ഇറങ്ങാനുള്ള ഒരു സൂത്രപ്പണി ഉണ്ടാക്കുക.
വെള്ളം കുരഞ്ഞ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ് എന്ത് അബദ്ധം അവനീ കാണിക്കാൻ അച്ചോ കപ്പിയും കയറും. ചാക്കോണ്ട് മേടിച്ചോ. വാ എന്താ കപ്പിയാരെ? നീ എന്തായി കാണണേ? പുലി പോയിക്കോട്ടെ, എന്നാലും ഈ മരണക്കളി വേണ്ട. അച്ഛൻ പേടിക്കണ്ട, അതിന് നല്ല ഉറപ്പാ. കപ്പിയും കയറും. പാക്കര ഇന്നുകൊണ്ട് കേട്ട് നീ വന്ന് ഇതാണ് അച്ഛൻ എളുപ്പം. ഒരു സെക്കൻഡ് എനിക്ക് കൃത്യത്തിന് കിട്ടിയാൽ മതി. അത് കിട്ടുവച്ചു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പറഞ്ഞിട്ടാ റെഡി. ആരൊക്കെ നോക്കാല്ലേ അച്ഛൻ? നീ എന്താടി പന്തങ്ങളുടെ പെരിച്ചാഴിയെ പോലെ നിൽക്കണേ? നിന്റെ ശത്രുവിനെ കൊല്ലാനാ പോണേ. നോക്കി നിന്നു. സൂക്ഷിക്കണം. എല്ലാരും പുറകോട്ട് വന്നേ, പുറകോട്ടേക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പോണേ. അതൊക്കെ ഇവിടെ പുലി പുഴ കടന്നു പോയി. പോയെങ്കിൽ പോട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഒരു സെക്കൻഡ് കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ വെടി അതിന്റെ നെഞ്ചത്താ. കുഞ്ഞച്ചൻ ആന്റവും പടം പിടിക്കാൻ കൂടിയപ്പോഴേ നമ്മളെ മനസ്സിൽ തോന്നിക്കണ് ഓടിച്ചതിക്കുമെന്ന്. പന്നികളെ കൊല്ലണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണോ തനിക്ക് മരുമോൻ? നാടിന് ഗുണമില്ല, വീടിന് ഗുണമില്ല. ചെകുത്താന്മാര് തലേ വന്ന് വീണു പോയില്ലോ. കൊല്ലാൻ പറ്റുമോ? കൊല്ലണം വാങ്ങിച്ച മക്കളെ. ചോറിനകത്ത് ബസം കളിക്ക് കൊടുക്കണം.
പുലി പുഴ കടന്നു പോയി എന്ന് വെച്ച് അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നിലെ കാലിലാ വെടി. എല്ലാരും സൂക്ഷിച്ചിരുന്നോളണം. അതിനി പഴയതുപോലെ കാട്ടിപ്പോയി ഇരപിടിക്കാൻ പറ്റുന്നില്ല, ഇനിയും വരും. വെടി കൊണ്ട പുലിന്ന് കേട്ടിട്ടില്ലേ? ചൗര്യം കൂടും. ഇത് അലാക്കിന്റെ അവലും കഞ്ഞി ആയി പോയല്ലോ പടച്ചതമ്പുരാനെ. രാത്രി ഒരു 6-നെ ഇരകെട്ടി കാത്തിരുന്ന അവൻ നമ്മുടെ വലയെ തന്നെ വന്നു വീഴും. വാറുണ്ണിയെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ഞങ്ങൾ ഉമ്മാരെ ചതിച്ചിട്ടുണ്ട്. ബാക്കി വാറുണ്ണിക്കുള്ളതാ. ഉമ്മാരുടെ കൊടലെടുക്കണം. നായിന്റെ മോനെ, ഇത് എന്റെ വീട്ടിൽ കിട കൊല്ലും നിന്നെ പട്ടി. ഞങ്ങളെ കൊല്ലരുത്. എന്നെ കൊല്ലണമെങ്കിൽ പുലിയെ കൊന്നിട്ട് മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചതിച്ചത് എന്നെയല്ല, ഈ നാട്ടുകാരെ. അടാ